ഫ്രണ്ട്സ്, ഞാനൊരു ബിരിയാണി വെക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. ഞാൻ ബിരിയാണി എപ്പോഴും വെക്കാറുള്ളത് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാണ്. അപ്പം ഞാൻ കുറച്ച് സവാള അരിഞ്ഞ് വെച്ചത് വഴറ്റിക്കൊണ്ടിരിക്കുക. ഇത് വഴറ്റിയത് ഈ എണ്ണ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി കുറച്ച് ഓണിയൻസും കാഷ്യൂവും കിസ്മിസൊക്കെ ഓയിലിൽ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി എണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കുറച്ചെണ്ണ ഞാൻ അതിൻ്റെ ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ബിരിയാണി റൈസിലിടാനാണ്. വഴറ്റുന്ന എണ്ണയിലേക്ക് ഞാൻ സവാള മാത്രമല്ല അതിൽ കുറച്ച് 5 ഏലക്കായ, പിന്നെ കുറച്ച് പട്ട, ഒരു കഷ്ണം പട്ട, ബേ ലീവ്സിൻ്റെ ഇല, പിന്നെ നമ്മുടെ ജാതിപത്രി, പിന്നെ തക്കോലം, 1-2 തക്കോലം, പിന്നെ നമ്മുടെ ക്ലോവ്സ്, ഗ്രാമ്പും കൂടി ഇട്ടിട്ടാണ് വഴറ്റുന്നത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ ഓൾറെഡി ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് 1-1.5 സ്പൂണ്. പിന്നെ കുറച്ച് മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആൻഡ് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ കുറച്ച് മസാലപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് ഞാൻ ഇതിൽ കുറച്ച് മഞ്ഞളും കുറച്ച് മുളക് പൊടിയും മസാലപ്പൊടിയും ഉണ്ടോ ചേർക്കുന്നത്. പിള്ളേർക്ക് എരിവ് കുറച്ചാണ് ഉണ്ടാക്കുന്നത്, പിള്ളേർക്കൂടി കഴിക്കാൻ പാകത്തിന്. ഇതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് ഇളക്കാണ്. ചിക്കൻ ചില സമയത്ത് വറുത്ത് നമ്മൾ ചേർക്കാറുണ്ട്, ചില സമയത്ത് ഇങ്ങനെ ദം ബിരിയാണി പോലെ ചെയ്യാറുണ്ട്. ഇത് ഞാൻ വറുത്തിട്ടില്ല കേട്ടോ. കൂടാതെ ഈ ചിക്കനിലേക്ക് ഞാൻ സാധാരണ കുറച്ച് നമ്മുടെ ഫ്രൈഡ് ഓണിയൻസും ഫ്രൈഡ് കിസ്മിസും കാഷ്നട്ടും ഒക്കെ ആഡ് ചെയ്യും കേട്ടോ. അതൊരു നല്ല ടേസ്റ്റ് ഫ്ലേവറൊക്കെ കൊടുക്കാറുണ്ട്. അതപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വേവാൻ വയ്ക്കാം. ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ മല്ലിയില കുറച്ചുണ്ടായിരുന്നു, അതിനായിട്ടു പുതിനയിലയില്ല കേട്ടോ. അപ്പോൾ ഇതൊരു ഭാഗത്ത് ഹാഫ് കുക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കാം. ഞാനിവിടെ ലൈലയുടെ ബസ്മതി റൈസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഓൾറെഡി വെള്ളം ഞാൻ കെറ്റിലിൽ തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഈ റൈസ് മെഷർ ചെയ്താണ് ഇടുന്നത് വെള്ളം. അതനുസരിച്ച് 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം. ഞാനിപ്പോൾ ഇങ്ങനൊരു ഉള്ളിയിലാണ് കേട്ടോ റൈസ് വേവിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് സ്പൈസസിൻ്റെ മിക്സസ് ആഡ് ചെയ്യുന്നുണ്ട്. അറിയാലോ, ഒരു കഷ്ണം പട്ട, ഗ്രാമ്പൂ, 5 ഏലക്കായ ഒന്ന് ചെറുതായിട്ട് കീറിയത്, സ്റ്റാർ മീൻസ് ജാതിപത്രി, തക്കോലം അതാണ് സ്റ്റാർ, പിന്നെന്താ ഗ്രാമ്പൂ, പിന്നെ ബേ ലീവ്സും കൂടെ ആഡ് ചെയ്ത് ഒന്ന് നമുക്ക് ഇളക്കി. അതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തു. അതിലേക്ക് തിളപ്പിച്ച വെള്ളം 3 ഗ്ലാസ് ഒഴിച്ചു. ഞാൻ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കേട്ടോ. ഇനി ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കറക്റ്റായിട്ട് നോക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബാക്കി ഉണ്ടായിരുന്നു, ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തു. വാനില ഇട്ട് കൊടുക്കുന്നു. നാരങ്ങ നീരൊഴിച്ച് കൊടുക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഇതിലേക്ക് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നു. നല്ലൊരു ഫ്ലേവറാണ് കൊടുക്കണം കേട്ടോ. നമ്മുടെ കാഷ്യൂവും പിന്നെ കിസ്മിസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഇത് അടച്ചു വെച്ച് സിമ്മിലിട്ട് വേവിക്കണം. ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ്റെ വെള്ളം എന്തായി അത് എന്തോ ഇളക്കി കൊടുക്കണം, അടിക്കൊന്നും പിടിക്കരുത്. ഇതിലേക്ക് ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടോ, നമ്മുടെ ഒണിയൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിലും കൂടെ ഒഴിക്കണം. നല്ലൊരു ടേസ്റ്റാണ് അതിന് കിട്ടുന്നത് കേട്ടോ. നമ്മുടെ റൈസ് ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ഇതിൽ കുറച്ച് ഗ്രേവി ബാക്കി വേണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഈ റൈസ് ഇട്ടിട്ട് കുറച്ചുകൂടെ ബാക്കി കുക്ക് ചെയ്ത് റെഡിയാക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ റൈസ് ഇടാൻ പോവുകയാണേ. ഇത് വെതറായിട്ട് ഇടണം കേട്ടോ. ലൈക്ക് ദിസ്. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മുടെ ഗാർണിഷ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ച് ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് സിമ്മിലിട്ടൂടെ ചെയ്യുമ്പം അതിൽ നല്ലോണം ആവിയെല്ലാം കയറി സെറ്റായിക്കോളും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇത് നമ്മൾ ഇനി എന്താ പറയുക, ഒരു 10-15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് എടുക്കുക. അടിയിലായിരിക്കും നമ്മൾ ലെയർ ചെയ്തിട്ടില്ല ചിക്കനൊക്കെ. അപ്പം ഇതും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഫുൾ മിക്സ് ചെയ്യല്ല, ഒരു ഇങ്ങനെ എടുക്കുമ്പം എടുത്തുക, പ്ലേറ്റിലിട്ടിട്ട് മിക്സ് ചെയ്യാം. സൂപ്പറായിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.